ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഐഷൂസ് ഗേൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ അപ്പുറത്ത് പൈപ്പ് തുറന്നിട്ട് ഒച്ചയൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾ വിചാരിക്കുന്ന രാവിലെ തന്നെ എണീറ്റിട്ട് ഞാൻ എന്താണ് ഈ ലിപ്സ്റ്റിക് ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഇടുന്നതെന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, അങ്ങനെ ആ സുദിനം വന്നെത്തിയിരിക്കുകയാണ്. നമ്മുടെ സേട്ടൻ ഇപ്പോൾ ഇവിടെ എത്തും. അപ്പോൾ ഇന്നലെ രാത്രി എത്തുമെന്ന് പ്രതീക്ഷിച്ച് നിന്നു, ഇന്ന് പുലർച്ചയ്ക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ച് നിന്നു. ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു, അതുകൊണ്ട് ഇപ്പോഴാണ് എത്തുന്നത്. വരുന്നുണ്ട്. അപ്പോൾ അല്ലും തുമ്പി വരുന്ന ബ്രഷ് ചെയ്യാട്ടോ, അതിൻ്റെ ഒച്ചപ്പാടാണ് കേൾക്കണത്. അപ്പോൾ മക്കളെ, നേട്ടം വരികയാണ്. അപ്പോൾ അണ്ണാച്ചി പോലത്തെ കാണണ്ടല്ലോ വെച്ചിട്ട് ഒന്ന് ഒരുങ്ങിയിട്ടൊന്നുമില്ല, ഒരു ലിപ്സ്റ്റിക് കിട്ടും എൻ്റെ ഒരു സമാധാനത്തിന്. എന്താ അവിടെ? അല്ലു തുമ്പി ഇന്നലെ രാത്രി നല്ല ടീഷർട്ടൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് കിടന്നതായിരുന്നു, പുലർച്ചയ്ക്ക് അച്ഛൻ വരുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ട്വിസ്റ്റായിപ്പോയി, വന്നില്ല. ഇപ്പം തന്നെ എണീറ്റിട്ട് വേഗം പല്ലേച്ചാണ്. ഞാൻ ഓരോന്ന് സെറ്റാക്കണം കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബ്രഷൊക്കെ ചെയ്ത് അച്ഛനങ്ങനെ കാത്തിരിക്കുകയാണ്, അല്ലേ തുമ്പി? അതിൻ്റെ സൗണ്ട് ഉറപ്പ് തുമ്പി. യെസ്, സാ അങ്ങോട്ട് എത്തും. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നൈശേട്ടൻ ഇപ്പോൾ വരും. വന്നു കഴിഞ്ഞാൽ എൻ്റെ ജമ്പനും തുമ്പനും മറുകണ്ട ചാടുന്നൊക്കെ എനിക്ക് അറിയാം. കണ്ടേ, ചിരിച്ചു മയക്കുന്ന കണ്ടേ? എനിക്ക് വയ്യ, അവളെ നാണോ. ഇത് എൻ്റെ ഭർത്താവാണോ നിന്റെ ഭർത്താവാണോ വരുന്നത്? ഞങ്ങൾ രണ്ടാളും ഭർത്താവാണ് ഗൈസ് വരുന്നത്. ഓൻ്റെ അച്ഛൻ, ഞങ്ങൾ രണ്ടാളും ഭർത്താവാണ് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പം ഞങ്ങൾ ഈ ഗളി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നേരത്തെ എണീറ്റ് ബ്രഷ് ചെയ്ത് മുടിയൊക്കെ കെട്ടി ഞങ്ങൾ ക്രീമൊക്കെ തേച്ചിട്ടുണ്ട്, നല്ല മണം വരാൻ വേണ്ടി അച്ഛൻ അടുത്ത് വരുമ്പോൾ അല്ലേ? ഉറക്കെ പറയാം, നമ്മ കേൾക്കില്ല. അച്ഛൻ വരുമ്പോ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് ഈ ഡ്രസ്സ് മതി അമ്മേ. ഈ ഡ്രസ്സ് നല്ല സൂപ്പറാ അല്ലേ ഗൈസ്? അങ്ങനെയല്ല പറഞ്ഞേ, അച്ഛൻ വരുമ്പോ എനിക്കുള്ള ഡ്രസ്സ് വാങ്ങിച്ചു വരണം. അല്ല, അവൾ മറ്റേ ഡ്രസ്സിനാ പറയുന്നത്. അത് നമുക്ക് ഇട്ടു. അച്ഛൻ വന്നു കഴിഞ്ഞിട്ടുമ്പോഴല്ലേ ആ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ പുറത്തു പോകും അല്ലേ? ഇടയ്ക്കോ പോവും എൻ്റെ അമ്മേ. ഓക്കെ ഗൈസിക്ക് വിശന്നിട്ട് കേട്ടോ. ഞാൻ താഴെ പോയി ചായ ഞാൻ കുടിക്കില്ല, തല ഇറങ്ങി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എന്നെ കാണുമ്പോൾ ഇന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു മിനിറ്റ്, ഇന്നെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടെ കളിയാക്കാൻ, അതായത് കല്യാണിക്കൊക്കെ ഞാൻ പണിയെടുത്തത്, എനിക്ക് പണി തരാനുള്ള ആൾക്കാർ ആരും ഇവിടെ ഇല്ല. അശ്വിനിക്ക് വയ്യ, ഇന്നലെ തൃശ്ശൂരിലെ യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സൈഡാണ്. പിന്നെ കല്യാണി ഓളെ വീട്ടിൽ പോയി, ഓളെ മാമൻ്റെ ഹൗസ് വാമിങ്, മാമൻ്റെ മോൻ്റെ കല്യാണമൊക്കെ ആയിട്ട് ഓളെ അങ്ങോട്ട് പോയി. സോ ഇവിടെ ആരുമില്ല, ഞങ്ങൾ തന്നെയുള്ളൂ. ഓക്കെ ഓക്കെ പറയും. അശ്വിനി ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരും അല്ലേ? അപ്പൊ ഞങ്ങൾ താഴേക്ക് പോട്ടെ. അപ്പൊ നമ്മൾ താഴേക്ക് പോട്ടെ. അമ്മ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ബായ് പറയും. അച്ഛൻ കാണാ പറയും. അല്ലൂസിന് വയ്യ ഗൈസ്, സൗണ്ടൊക്കെ മാറി, തൊണ്ടവേദന ജലദോഷമൊക്കെയാണ്. ഇന്നലെ തൃശ്ശൂരിൽ പോയി വാവേനൊക്കെ കണ്ട് വന്നു അല്ലേ? അവനെടുത്തു അല്ലൂസ്. എന്തൊക്കെയാ ചെയ്ത പറഞ്ഞോർക്ക്? പിന്നെ ഒറ്റയ്ക്ക് എടുത്തോലെ, കുറച്ച് തള്ളൊക്കെ ഉണ്ടാവും. ആണോ? തള്ളൊന്നുമല്ല, സത്യമാണ് കേട്ടോ. അവൻ ഒറ്റയ്ക്ക് എടുത്ത് തലയിൽ ഉമ്മ വെച്ച് ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി, ഈഗോ അടിച്ച് മിണ്ടാണ്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഓളെ ഞങ്ങൾ കൊണ്ടുപോകും വേഗം ആവേനെ കാണാൻ, ചുട്ടുമണീനെ കാണാൻ, ഇവിടെ കിച്ചു ആവേനെ കാണാൻ വേണ്ടിയിട്ട്. ഒഫീഷ്യലി നമ്മുടെ ബേബിക്ക് വീട്ടിൽ നിന്ന് വിളിക്കാനുള്ള പേര് കിച്ചു എന്നാണ് കേട്ടോ. ഈ ബേബി അല്ല കേട്ടോ, എൻ്റെ അനിയൻ്റെ അല്ലേ? അപ്പൊ മാമന്റെ ഭാവന്റെ പേര് കിച്ചു. എന്താ? ഓ, വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ചുമച്ചോട്ടെ വിത്ത് പെർമിഷനൊക്കെ. എടി കിച്ചു. എന്താ കിച്ചു? തുമ്പീനെ ഇന്നലെ കൊണ്ടുപോയില്ല ഗൈസ്, അച്ഛനും അല്ലൂസും. പാവന്റെ തുമ്പി. എന്നോട് മാത്രം കട്ടീസായി, അച്ഛനോട് മിണ്ടീസായി. അവനോട് കട്ടീസും അച്ഛനോട് മിണ്ടീസും. പാവം. പിന്നെ
പിന്നെ ഞാൻ കരഞ്ഞപ്പോ അച്ഛനോട് കട്ടിയായിരിക്കുന്നു. മോളെ അമ്മ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഒക്കെ വാവനെ കാണാനായിട്ട് സങ്കടായി. തേജേട്ടനും അല്ലു ചേട്ടനും ഒക്കെ കണ്ടില്ലേ? അമ്മയും കണ്ടില്ല. അല്ല അല്ല ആടെ തേജേട്ടനൊക്കെ ഉണ്ടായിനി. തേജുവിന്റെ കൂടെ ഞാൻ കളിച്ച് ഗെയിം കളിച്ച്. എന്തിനാടാ മുറിവിലേക്ക് പിന്നെയും മുളക് പുരട്ടുന്നേ? യൂട്യൂബ് കളിച്ച് എന്തൊക്കെയോ കളിച്ചു വര്. ഓക്കെ, നിങ്ങൾ കളിച്ചു. നമ്മള് പോവൂല മോളെ. അച്ഛൻ വരട്ടെ. ബേബി വന്നിട്ട് നമ്മള് പോവും. ദൈവമേ കുടുങ്ങിയോ? നമുക്ക് അച്ഛനെ കാണാൻ പോവാ. ഓക്കെ ഗായ്സ്, അച്ഛനെ കാണാൻ പോവാണ് ഞങ്ങള്. ഓക്കെ ബൈ. മോന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് കാണിച്ചു കൊടുക്കട്ടെ ഞാൻ. ഇത്രയും സിമ്പിൾ ആയിട്ടല്ലേ. അല്ലാത്തവർക്കൊക്കെ ബിരിയാണി അതും ഇതൊക്കെ വേണ്ടി വരുമ്പോൾ ഏട്ടന് ഉപ്പുമാവാണ് ഇഷ്ടം ഗൈസ്. ഉപ്പുമാവ്, അപ്പോൾ ഉപ്പുമാവ് സ്പെഷ്യൽ. പക്ഷെ കുറച്ച് വെള്ളം പോലെ ഒക്കെ അമ്മ കണ്ടോ, സ്വഭാവം അറിയണ്ടോ? അല്ലേ, സ്വന്തം മോൻ വരുമ്പോ സ്വഭാവമൊക്കെ അങ്ങോട്ട് മാറും. തരാത്ത ഇല്ല, എന്നാലും എനിക്ക് കുറച്ച് വെള്ളം പോലെയാണ് ഇഷ്ടം. ഇപ്പൊ വെള്ളം പോലെയൊക്കെ പറഞ്ഞപ്പോ മോൻ അങ്ങനെയാണ് എല്ലാം ഇഷ്ടം. തുമ്പിയെ കണ്ടോ, അച്ഛമ്മേന്റെ സ്വഭാവം കണ്ടോ? ഇത് ഞാൻ പറഞ്ഞതാ, സ്റ്റെപ്പിന്റെ ഓളുണ്ടായിരുന്നു. ആണോ തുമ്പിയെ? പക്ഷെ എന്റെ സ്വഭാവം അറിയാണ്ടല്ലോ പറയാ അച്ഛമ്മനോട്. ഓളെ ഭർത്താവാ വരുന്നതെന്ന് പറഞ്ഞ് കുത്തിരിക്കുക. കട്ടീസ് അച്ഛമ്മേനോട് കട്ടീസ് അന്നെങ്കിൽ ഞങ്ങള് കട്ടീസും മെണ്ടീസും ആണ്. ആരാ വന്നേ? ദൈവമേ, ഓടുന്നതാ. ഷെരീഫ് കായി അത് വാങ്ങിച്ചോ, പാല് വാങ്ങാനുള്ള. അച്ഛന്റെ മോൻ വരുന്നുണ്ടോ അല്ലേ തുമ്പിയെ? വണ്ടി നല്ല വണ്ടി നല്ല സ്പീഡിലാ വിടുന്ന, അപ്പൊ വേഗത്തോടെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഏട്ടൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും എൻ്റെ വയറ് താന്നു, പ്രസവം എടുക്കാറായെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, ഇനി ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുമ്പോഴും എൻ്റെ മനസ്സിലിതായിരുന്നു, അയ്യോ എൻ്റെ ഏട്ടൻ വന്നില്ല, ഏട്ടൻ വന്നിട്ട് പ്രസവിച്ചാൽ ഒരു കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ്. ഏട്ടനെ ഒരു പ്രസവത്തിനെങ്കിലും എൻ്റെ കൂടെ വേണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. കാരണം ഈ പരിപാടി നമ്മൾ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണേ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ പോലും ഞാൻ ഏട്ടൻ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇത്തവണത്തെ പ്രസവത്തിന് ഏട്ടൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡാം ഷുവറാണ് ഞാൻ ഡെലിവറി നിർത്തുമെന്ന് വിചാരിക്കണ്ട. അപ്പോൾ അത് പേടിച്ചിട്ടെങ്കിലും ഏട്ടൻ കടൽ കിടന്നാണെങ്കിലും നീന്തി കടന്നെങ്കിലും ഏട്ടൻ വരുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഏട്ടൻ വരികയാണ് ഗൈസ്. ആര് വന്നാലും പോയാലും വേണ്ടിയില്ല, ഞാൻ എൻ്റെ പത്രം വായന തുടരുന്നുള്ള മട്ടിലാണ് അച്ഛൻ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളെ ഇളയം അവിടെ അല്ല, ഇളയമ വീട്ടിൽ പോയതാണ്. അവിടെ അമ്പലത്തിൽ പരിപാടിയൊക്കെ ആയിട്ട് കല്യാണിയും കട്ടിയും ഹേസും കല്യാണീൻ്റെ വീട്ടിൽ പോയതാണ്. അവിടെ കല്യാണീൻ്റെ മാമൻ്റെ വീട്ടിൽ കൂടൽ, മാമൻ്റെ മോൻ്റെ കല്യാണമൊക്കെ കൂടെ ആയിട്ട് കുറച്ച് തിരക്കായി പോയി. അങ്ങനെ അവരും പോയി. അങ്ങനെ ഞാൻ എൻ്റെ ഫേസിലേക്ക് നോക്കുമ്പോഴാണ് ഒരു പിമ്പിളിൻ്റെ മാർക്ക് കണ്ടത്. ഇത് കണ്ടാൽ എനിക്ക് വട്ടാവും ഗൈസ്, കാരണം എനിക്ക് മുഖത്ത് മാർക്ക് വരിക സഹിക്കാൻ പറ്റൂല. അങ്ങനെ ഇവിടെ ഇപ്പോൾ സത്യം പറയണമെങ്കിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നർത്ഥം. അങ്ങനെ ഏട്ടനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളെ ക്ഷമ നശിച്ച് അവസാനം അച്ഛൻ പറഞ്ഞ് ഇനി ഓൻ വരുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് നിൽക്കാം. ഞാനിവിടെ ഇടയിൽ നോക്കിയിട്ട് ഇപ്പോൾ ഓൻ വരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അച്ഛനും എണീറ്റ് മക്കളൊക്കെ എണീറ്റ് വന്നിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഞാൻ പോയി ഒരു ഇൻസുലിനൊക്കെ വെച്ച് ചായയൊക്കെ കുടിച്ച് വരാമെന്ന്. അങ്ങനെ ഞാൻ പോയി ഇൻസുലിനൊക്കെ വെച്ച് ചായയൊക്കെ കുടിച്ച് പിന്നെയും ഞങ്ങളിവിടെ ആസനസ്ഥരായിരിക്കുകയാണ്. ഏട്ടൻ ഇപ്പം വരും എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴും നമ്മുടെ അച്ഛൻ പത്രം വായന തുടരുകയായിരുന്നു. കാരണം ഓരോ പേജും അരിച്ച് പെറുക്കി അതിൽ അണ്ടർലൈൻ ചെയ്ത് അതിനെ വിശകലനം ചെയ്ത് അച്ഛൻ അതിൻ്റെ എന്താ പറയുക ഉത്തങ്ക തലത്തിലെത്തും ഗൈസ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കും അറിയില്ല. പിന്നെ ഇതാ അല്ലും തുമ്മിയും ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് നേരം നന്നായിരിക്കുമ്പോഴത്തേക്ക് അടിപിടി കൂടാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ നമ്മുടെ കഥാനായകൻ്റെ എന്താ പറയുക രംഗപ്രവേശമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കി വെച്ച് കണ്ടപ്പോൾ തന്നെ ആടുന്ന് ഒരാളും കൂടെ പറയാം, ഓ ഓള് വീഡിയോ എടുക്കാൻ തുടങ്ങിയല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണനാണ് കേട്ടോ കൂട്ടാൻ പോയിണ്ടായിരുന്നത്.
എടുക്കുന്നത്. അങ്ങനെ വൈശാട്ടം നോക്കുക ഗൈസ്, നന്നായിട്ട് മെലിഞ്ഞില്ലേ, ഒരു കുഞ്ഞു ചെക്ക, 3 കുട്ടികളെ തന്തയെന്ന് കണ്ടാൽ പറയുമോ, പക്ഷെ അങ്ങനെ ആക്കി എടുക്കണം, ഇല്ലേ ശരിയാവില്ല. പിന്നെ ഒരേ ഒരു സമാധാനം, ഇത്തവണത്തെ പ്രഗ്നൻസിയിൽ ഞാൻ ഓവർ തടിച്ചിട്ടില്ല. സാധാരണ എൻ്റെ പ്രഗ്നൻസിക്ക് നന്നായി തടിക്കുന്നതാണ്, പക്ഷേ ഇത്തവണ അങ്ങനെ തടിച്ചിട്ടില്ല. ആ ഒരു സമാധാനം മാത്രമേ ഉള്ളൂ. തുമ്പിക്കാണെങ്കിൽ ആകെ നാണം കേട്ടോ, ഓളച്ഛനെ കണ്ടിട്ട് ഓ മൈ ഗോഡ്, പക്ഷേ ഓളച്ഛനല്ലോ, ഓളെ കെട്ടിയവനാണല്ലോ. അങ്ങനെ ഒരു നാണം കുണുങ്ങലും, അച്ഛനെ മുഖത്തേക്ക് നോക്കില്ല, ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര ഒരു നാണം. അങ്ങനെ ഏട്ടനെ എടുത്തിട്ടും അങ്ങോട്ട് മുഖത്തേക്കൊന്നും നോക്കാൻ വയ്യ കേട്ടോ. ആക്ച്വലി അശ്വിനിയും കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ തിന്നേനെ, ഈ വീഡിയോ നേരെ എൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞേനെ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല, പക്ഷേ എൻ്റെ മുഖത്ത് അങ്ങനെ ഓവർ എക്സ്പ്രഷൻസ് ഒന്നും ഞാൻ ഇട്ടിരുന്നില്ല, അങ്ങനെയൊക്കെ പറയാം. എന്തായാലും ഗായ്സ്, എനിക്കുണ്ടല്ലോ എന്തോ ഒരു മരുഭൂമിയിൽ മഴ പെയ്യുക എന്നൊക്കെ പറയില്ലേ, ദതുക്കൂട്ടായിരുന്നു എനിക്ക്. സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു എന്തോ ഒന്ന് ഒഴിഞ്ഞു പോകുക എന്നൊക്കെ പറയില്ലേ, ബാധ ഒഴിഞ്ഞു പോകാമെന്ന് വിചാരിക്കരുത്. ഒരു റിലാക്സ്ഡ് ആയ ഒരു ഫീലായിരുന്നു കേട്ടോ ഏട്ടനെ കണ്ടപ്പോൾ. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ആകെ ഒരു എന്താ പറയുക, ഏട്ടൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, എന്താ പറയുക, എനിക്ക് അതിൻ്റെ ഒരു സങ്കടവും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യാമറ കണ്ടപ്പോൾ മൂപ്പര് നൈസായിട്ട് വലിഞ്ഞതേനു, പക്ഷേ ഓനെ ഇറക്കിയിട്ടോ ഞങ്ങൾ. ഇനിയിപ്പോൾ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ. അല്ലൂട്ടനാണെങ്കിൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഓൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു തരം ഒരു ഭ്രാന്താണ്. അത് തുമ്പീനേക്കാൾ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തത് അല്ലൂട്ടൻ്റെ കാര്യത്തിലാണ് കേട്ടോ. തുമ്പി ഏട്ടനെ കണ്ടു കഴിഞ്ഞാൽ അവർ പക്ഷേ വീഡിയോ കോളിൽ അങ്ങനെ ഓവർ എക്സ്പ്രസ് ചെയ്യുന്ന ടൈപ്പൊന്നല്ല. പക്ഷേ ഉണ്ട്, അമ്മ നോക്കുന്നുണ്ടോ, അമ്മേൻ്റെ മോൻ മെലിഞ്ഞത് കണ്ടിട്ടുള്ളൊരു സങ്കടത്തോടു കൂടിയുള്ള നോട്ടാണ് കേട്ടോ. അപ്പോൾ അല്ലൂട്ടനെ ഏട്ടനെ വയ്യാലെ കൂടിയിരിക്കുന്നു. പിന്നെ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് എനിക്കൊരു സ്വൈര്യമായി. അല്ലെങ്കിൽ അല്ലൂട്ടനെ ഒരു ദിവസത്തെ 100 ക്വസ്റ്റ്യൻ ഉത്തരം ഓർക്കൽ ഞാൻ, ഇനി ഏട്ടനത് ഏറ്റെടുത്തോളും. അങ്ങനെ ബാഗൊക്കെ വേഗം വാങ്ങി ഓനാടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. പിന്നെ ഏട്ടൻ എന്തോ വരുമ്പോൾ എന്തോ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ ഇങ്ങനെ ഗൾഫിൽ നിന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ല കേട്ടോ, പണ്ട് തൊട്ടേ അതെ. ഏട്ടൻ എവിടെ വന്നിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും, അങ്ങനെയല്ലാതെ ഈ ഗൾഫിൽ നിന്ന് ഒരു ലോഡ് സാധനം വാങ്ങിക്കൊണ്ടുവരുന്ന, നമ്മളെ പണ്ട് ഗൾഫിൽ നിന്ന് അമ്മാവൻ വരുന്നു, അച്ഛൻ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ കുറേ സാധനങ്ങൾ എക്സ്പെക്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു എക്സ്പെക്റ്റേഷനൊന്നും ഇവിടെ ഇല്ല കേട്ടോ. കാരണം ഏട്ടൻ പണ്ട് തൊട്ടേ അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ എക്സ്പെക്ട് ചെയ്യില്ല. അങ്ങനെ ഏട്ടൻ കുറച്ച് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ചൂടുവെള്ളം കൊണ്ടുകൊടുത്തു. പക്ഷേ ഞാനിങ്ങനെ ഏട്ടനെ നോക്കുമായിരുന്നു കേട്ടോ. ഞാൻ പറയാം ഏട്ടാ, ഞാൻ ഇന്നിപ്പോൾ കണ്ടിട്ട് ചിലപ്പോൾ 3 കുട്ടികളെ തള്ളാന്നൊക്കെ പറയുമായിരിക്കും, പക്ഷേ നിങ്ങൾ ഈ 3 കുട്ടികളെ ഡേഡിയാണ്, എന്നിട്ട് നോക്കിയിട്ട് എന്ത് കോലാണിത്, ഈ ഇങ്ങനെ നിന്ന് പോരുമ്പോൾ കുറച്ച് തടിക്കണം അങ്ങനെയൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഇവരിവിടെ എന്തൊക്കെയൊക്കെയോ എടുത്ത് നോക്കുന്നുണ്ട്, ഏട്ടൻ കൊണ്ടുവന്നേരം എന്തൊക്കെയോ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കളിക്കുകയാണ്. അവിടെ കളിയൊക്കെ തകർത്തായി നടക്കുന്നുണ്ടെങ്കിലും തുമ്പി ഇടയ്ക്കിടയ്ക്ക് അവൾ അച്ഛൻ്റെ അടുത്തേക്ക് ഒരു പോക്കുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് കൊഞ്ചും, എന്നിട്ടൊന്ന് തിരിച്ചു വരും. ഓള് പോകുമ്പോൾ പിന്നെ ഓനായിട്ട് അങ്ങനെ കുറയ്ക്കില്ല, ഓനും വയ്യാലെ പോകുന്നുണ്ട്. തുമ്പി വേഗം കയറി ഏട്ടൻ്റെ അടുത്ത് ഭയങ്കര ജെല്ലായിട്ട് അങ്ങ് ഇരിക്കുക. അപ്പം ഞാൻ പറയുകയും ചെയ്ത്, ഇവളിപ്പോഴേ പ്ലേറ്റ് മാറിയിട്ടുണ്ട്. അല്ലാത്തപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് അവൾ പക്ക അമ്മക്കുട്ടിയാണ് കേട്ടോ. ഏട്ടൻ എന്തെന്നെ പറഞ്ഞാൽ എൻ്റെ അമ്മേനെ എന്താ പറയുന്നത് അങ്ങനെയൊക്കെ പറയും കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങനെയല്ലേ, ഇപ്പോൾ ഫുള്ള് അച്ഛൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് ഒട്ടിയിട്ടുണ്ട്. എന്നെ ഒട്ടിക്കോട്ടെ, എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ലതല്ലേ അല്ലേ, കുറച്ച് റെസ്റ്റ് എനിക്കും വേണ്ടേ. അങ്ങനെ അപ്പോൾ കണ്ണനോട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കണ്ണൻ കേൾക്കുന്നില്ല. കണ്ണൻ ഇനി പണിക്ക് പോകണം തോന്നുന്നു. അത് മാത്രമല്ല ഒരു വരുന്ന വഴിക്ക് ചായ കുടിച്ചു എന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ നിർബന്ധിച്ചിട്ടൊന്നും ചങ്ങായി കുടിക്കുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കല്യാണി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഏട്ടനെത്തിയെന്നൊക്കെ ചോദിച്ചിട്ട്. ഇറ്റിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായേനെ. അപ്പോൾ ഓളോളെ വീട്ടിലാണുള്ളത്. 2 ദിവസം കഴിയുമ്പോൾ വരും കേട്ടോ. ബർത്ത്ഡേ കഴിഞ്ഞ് പിറ്റേന്ന് പോയതാണേ. ഫൈനലി ഗായ്സ്, ഞങ്ങൾ ഓ മൈ ഗോഡ്, തുമ്പീനെ അതിൽ മിസ്സിങ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ, 5 പേരും കൂടെ, സോറി ഒരാൾ കുമ്പേലുള്ളത് മറന്നു പോച്ച്. അപ്പോൾ ഞങ്ങൾ 5 പേരും കൂടെ വയ്യ, ഞാൻ എന്താ പറയുക, ഒരുപാട് ആഗ്രഹിച്ചതാണ് എൻ്റെ ഡെലിവറിക്ക് മുന്നേ ഏട്ടൻ വരണം. ഞാൻ അത്രയും പ്രാർത്ഥിച്ചതാണ് കേട്ടോ. അങ്ങനെ ഏട്ടന് ഇഷ്ടമുള്ള സാധനം ഉപ്മാവ്, എനിക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാൻ കഴിച്ചു. ഏട്ടന് കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഏട്ടന് എപ്പോഴും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ്, അല്ലുവിന് തുമ്പിനെയൊക്കെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കുഞ്ഞുമാവ ചവിട്ടുന്ന വീഡിയോസൊക്കെ ഒരുപാട് ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. ഇത്തവണത്തെ നമ്മളെ ഈ വില്ലാളി വീരനോ വീരിയോ ആരാണെങ്കിലും ഭയങ്കര ഇതാട്ടോ. ഞാൻ ക്യാമറ ഓണാക്കിയാൽ പിന്നെ നമുക്ക് ആ വീഡിയോസ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ 1-2 വീഡിയോസ് ഏട്ടന് ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഏട്ടൻ കൈയൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഒരു ചവിട്ടൊക്കെ കിട്ടിയിട്ട് ഏട്ടന്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇരുന്നതാണ്. അല്ലുവും തുമ്പി ഏട്ടനെ വിട്ട് മാറുന്നില്ല കേട്ടോ. എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഏട്ടനെ വാലുമിൽ കൂടുക പറയില്ല, അങ്ങനെയായിരുന്നേ. ഏട്ടനൊന്നും ഇങ്ങോട്ട് തിരിയാനും അറിയാനും സമയം കൊടുക്കാത്ത രീതിയിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ സിനിമയിൽ ദിലീപ് പറയില്ലേ, എന്നാലും എൻ്റെ അളിയ ഈ രശ്മി എന്ന് പറയില്ലേ, അത് കൂട്ടായിരുന്നു. എന്നാലും എൻ്റെ ഏട്ടൻ ഇങ്ങനെ മെലിഞ്ഞ്, എന്നാലും കാരണം വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തൊന്നും ഇങ്ങനെ മെലിഞ്ഞ പോലെയൊന്നും എനിക്ക് ഫീൽ ചെയ്യണില്ല. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഫീൽ ചെയ്യണ്ടോ എനിക്ക് അറിയില്ല. പക്ഷേ എന്താ പറയുക,
എനിക്ക് അങ്ങനെ അല്ലായിരുന്നു. എനിക്ക് നേരിട്ട് കണ്ടിട്ട് ഞാൻ അങ്ങനെ വണ്ടടിച്ച് അമ്മയ്ക്ക് ആകെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടൻ അധികം ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് അമ്മ എന്ത് ചെയ്തൊരു നാരങ്ങ വെള്ളമൊക്കെ കലക്കി കൊണ്ട് കൊടുത്താണ് കേട്ടോ. അങ്ങനെ അതും കുറച്ച് കുടിച്ച് അവിടെ വെച്ച് പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സെറ്റ് മുണ്ട് എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. ഏട്ടൻ എപ്പോഴും പറയും നീ എന്താ അപ്പോൾ സെറ്റ് മുണ്ട് എടുക്കാത്തത്? കാരണം ഞാൻ നോർമലി എൻ്റെ പ്രഗ്നൻസിയിൽ 7th month ഒക്കെ തുടങ്ങിയിട്ട് അങ്ങോട്ടേക്ക് ഫുള്ള് ഇങ്ങനെ സെറ്റ് മുണ്ട് എടുത്തിട്ടായിരുന്നു നടക്കാറ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പക്ഷേ ഇപ്പോഴത്തെ ചൂട് കാരണമാണ് ആക്ച്വലി ഞാൻ ഇടാത്തത്. എൻ്റെ അടുത്ത് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നോർമൽ സെറ്റ് മുണ്ടില്ലേ വീട്ടിലിടാൻ പറ്റണേ അങ്ങനത്തെ പണ്ട് തൊട്ടിട്ടേ അല്ലുവിനെ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ടിട്ടേ ഉള്ളതുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പം ഏട്ടൻ കുറച്ച് റെസ്റ്റ് എടുക്കുന്ന സമയം നോക്കി ഞാനും പോയി വീഡിയോസൊക്കെ എടുത്തു. കാരണം നമ്മൾ വർക്കാണല്ലോ, അപ്പം അതവിടെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ അല്ലുവിൻ്റെ തുമ്പിൻ്റെ ഒരു തല്ലി ഉണ്ടായിരുന്നില്ല ഗൈസ്. കാരണം അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് 10 വട്ടം എൻ്റെ കൂടെ വന്നിട്ട് അമ്മേ അമ്മേ അങ്ങനെ ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. ഞാൻ ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫർ കൊടുത്തും ഒക്കെയാണ് ഒച്ച ഉണ്ടാക്കാതെ അവിടെ ഇരുത്തുക. എന്നിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുക. ഇത്തവണ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞാൻ ഒറ്റയ്ക്ക് റൂമ് കൊത്തുന്നു സുഭിക്ഷമായിട്ട് വീഡിയോ എടുത്തു. ഏട്ടനെടുത്തായിരുന്നു, അല്ലും തുമ്പിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഓർണമെൻറ്റ്സിൻ്റെ കുറച്ച് വീഡിയോസ് കൊളാബ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എടുക്കുകയായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആംഗ്ലറ്റ് കാലിൻ്റെ പ്രാന്തി അന്ന് ഞാനൊരു ഫീറ്റ് ലവറാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് കണ്ട്. അപ്പോൾ ഞാൻ വെച്ചത് ഇവിടെ കിടക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഞാൻ വേറെ തന്നെ ഷോർട്സ് ആയിട്ട് ഇടും കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, നല്ല കളക്ഷൻസ് ഉള്ള പേജ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും വെറൈറ്റി കളക്ഷൻസ് ഉള്ള പേജാണേ. അപ്പോൾ അങ്ങനെ ഞാൻ തന്നെയാണ് കേട്ടോ സ്വയം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുക. ആരും ഇല്ലല്ലോ ശകായത്തിനും. ഇനിയിപ്പം നമ്മുടെ പുതിയ ക്യാമറാമാനൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിരുന്നു വിചാരിക്കുന്നു. ഡാഡിയും മമ്മിയും കൂടെ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ വൈശാട്ടൻ വന്നുകൊണ്ട് അമ്മയ്ക്കൊരു ധൈര്യമായിട്ട് വൈശാഖ് ഇവിടെ അല്ലെന്ന് ഞാൻ പോയി വരാം അച്ഛൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ നമ്മളെ താത്ത വന്നിട്ടുണ്ട്, സുബൈ താത്ത. അപ്പോൾ അതിനോട് വർത്താൻ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഷെരീഫ് ഖാൻ്റെ അവിടുത്തെ താത്ത ഉണ്ട്. അപ്പോൾ താത്ത വീഡിയോന് മുന്നിലേക്ക് വരില്ല കേട്ടോ. അപ്പോൾ പിന്നാമ്പുറത്തുണ്ടേ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അവിടെ അങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കായിരുന്നേ. അപ്പോഴാണ് താത്ത വൈശാഖേട്ടനെ കാണുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് താത്തയും പോയി. ഞങ്ങൾ കുറച്ച് നേരം കൊലയിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടോ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പം ഒരു ഇത്തിൽ കണ്ണി ഇതാ ഇടയിൽ നിന്ന് ഇങ്ങനെ തലയിട്ട് നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങളായിരിക്കും ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നടുവിൽ ആ സാധനമാണ് വരികയെന്ന്. അല്ല, തുമ്പി വന്നിട്ട് ഞങ്ങളിങ്ങനെ സ്നേഹിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അല്ലുവിനാണ് ചെറിയൊരു കുശുമ്പ് കൂടുതൽ കേട്ടോ. ഞാനും ഏട്ടനും ഇങ്ങനെ അടുത്തിരിക്കുന്നതൊക്കെ കണ്ടാൽ വേഗം അതിൻ്റെ ഇടയിൽ നൊയഞ്ഞ് കയറാൻ നോക്കുക അല്ലൂട്ടനാണേ. അല്ലൂട്ടപ്പാടെ ബിസി വർക്കിലാണ്. കാരണം തലേന്നത്തെ ഹേസുവിൻ്റെ എന്താ പറയുക ബർത്ത്ഡേൻ്റെ ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ആ ബലൂണൊക്കെ പൊട്ടിച്ച് തീർക്കുന്ന തിരക്കിലാണ് അല്ലൂട്ടൻ. പിന്നെ എന്താണ് ഒരൊറ്റ ദിവസം കൂടെ നേരത്തെ വൈശാഖേട്ടന് ലീവ് കിട്ടുകയാണെങ്കിൽ ഹേസുവിൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാവില്ല അപ്പൂൻ്റെ കുഞ്ഞൻ്റെ 56-നെങ്കിലും പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് കിട്ടിയില്ല. പിന്നെ ഏട്ടൻ പറഞ്ഞു കേട്ടോ, ഏട്ടനൊരു കട്ടൻ കാപ്പി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കട്ടൻ കാപ്പി ഇടാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. ഏലക്കായൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു കാപ്പി അങ്ങോട്ട് ഉണ്ടാക്കി. ആക്ച്വലി പ്രഗ്നൻസി സമയത്ത് കോഫി അധികം കുടിക്കുന്നത് നല്ലതല്ല. ഞാൻ അങ്ങനെ കുടിക്കാറില്ല. പിന്നെ വല്ലപ്പോഴും ഒന്ന് കൊതി തോന്നുമ്പം ഇച്ചിരി കുടിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഏട്ടന് ബുൾസൈ വേണമെന്ന് പറഞ്ഞിട്ട് ബുൾസൈ ഉണ്ടാക്കി കൊടുത്തു. കൂട്ടത്തിൽ ഞങ്ങളും കൂടെ ഉണ്ടാക്കിയിട്ടാ. അച്ഛനും മക്കളൊക്കെ അപ്പുറത്തായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അടുക്കളയിൽ എന്താ ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് വന്നതാണ്. പിന്നെ നമ്മളെ ഏട്ടന് അടുക്കള ഭാഗത്തേക്ക് യാതൊരു കാര്യത്തിനും വരില്ല കേട്ടോ. കാരണം ഏട്ടൻ അറിഞ്ഞൂടാ. ഞാനിട്ട് എപ്പോഴും ചോദിക്കും ഏട്ടൻ എങ്ങനെ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റൊക്കെ പഠിച്ചത്? ഒരു വസ്തു അടുക്കളയിൽ അറിയില്ലല്ലോ എന്ന്. അപ്പം എക്സാമിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ഡിഷസ് ഉണ്ടാക്കാനൊക്കെ പഠിക്കാനുണ്ടായിരുന്നു അത്ര. പക്ഷേ ഷെഫ് എന്നുള്ളതിലല്ലല്ലോ പഠിച്ചത്. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷനിലാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിദിക്കൂട്ട് സാധനങ്ങളൊന്നും അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നത് ഏട്ടൻ്റെ ഓർമ്മയിൽ ഒരു ചായയൊക്കെയാണ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളൂ. ബാക്കിയൊന്നും അറിയില്ല. അതിന് വേണ്ടി കട്ടയ്ക്ക് എല്ലാം ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. ചിക്കൻ കറി അതും ഇതും ഒക്കെ ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഓനിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും കഴിക്കാൻ വേണ്ടിയിട്ട്. ഏട്ടനാണെങ്കിൽ ആ പരിപാടിക്കേ നിൽക്കില്ല. ബാക്കി എല്ലാം ഏട്ടൻ ചെയ്യും. അതായത് നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും. അങ്ങനെ ഒരു മെയിൽ ഈഗോ ടൈപ്പ് അങ്ങനത്തെ ഒരു ടൈപ്പേ അല്ല കേട്ടോ. എല്ലാത്തിനും കുട്ടികളുടെ കാര്യം നോക്കുന്നതിനാണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യും, ഈ കാര്യം ഒഴിച്ച്. അപ്പോൾ ഞാനിങ്ങനെ പറയട്ടോ, നമ്മൾ വേറൊരു വീടൊക്കെ ഉണ്ടാക്കി പോയാൽ നമ്മൾ പെടും. കാരണം എനിക്ക് ജസ്റ്റ് അടുക്കള എനിക്ക് തീരെ എന്താ പറയുക, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയല്ല. നമുക്ക് ഇൻട്രസ്റ്റോടു കൂടി ചെയ്യുമ്പോഴല്ല അതിലൊക്കെ ഒരു രസമുള്ളൂ. അപ്പോൾ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് തോന്നുന്നൊരു മേഖലയല്ല. എനിക്ക് കുക്കിങ്ങിനോട് ഭയങ്കര പാഷനോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യത്തിന് കുക്ക് ചെയ്യും. ഒന്നും കിട്ടിയില്ല എന്താ തിന്നണ്ടേ, അതുകൊണ്ട് കുക്ക് ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ പറയില്ലേ താങ്ങാനൊരാളുണ്ടെങ്കിൽ ക്ഷീണം ഉണ്ടാവുമെന്ന്. ഇവിടെ അമ്മ ഇളയമയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഞാൻ മേ ബി ആ ഒരു ഏരിയയിലേക്ക് അധികം അങ്ങോട്ട് കൈകടത്താത്തത്. ഇനിയിപ്പോൾ
നമ്മൾ വേറെ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് പോവുകയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ കണ്ണൂരൊക്കെ ഒറ്റയ്ക്കുള്ള സമയം ഉണ്ടായിരുന്നു, ഞാനും ഏട്ടനും മോനും ഒക്കെ ആയിട്ട് നിന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ തീരെ ഉണ്ടാക്കാൻ അറിയില്ല അല്ല, വീട്ടിൽ നിന്നൊക്കെ നല്ലോണം കുക്ക് ചെയ്ത ഒരാൾ തന്നെയായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ പോയതിനു ശേഷം കേടായതാണ് കേസ്, എന്ത് ചെയ്യാനാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ അശ്വിനി വന്നു. സാധാരണ ഏട്ടൻ വരികയാണ് കട്ട വരികയാണെന്നൊക്കെ പറഞ്ഞാൽ അവൾ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇന്ന് കുട്ടിക്ക് തീരെ വയ്യായിരുന്നു. കഴിഞ്ഞ ദിവസം തൃശ്ശൂരൊക്കെ പോയി വന്നപ്പോഴത്തേക്കും കുട്ടി സൈഡായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഡ്രൈവിങ്ങിൻ്റെ എന്തൊക്കെ ഒരു ക്ലാസ്സിനോ എന്തിനോ ഒരു അത്യാവശ്യത്തിന് കൊടുവള്ളി പോയി അവിടുന്ന് നേരെ ഇങ്ങടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഏട്ടനെ കണ്ടിട്ട് ഏട്ടൻ എന്താ മെലിഞ്ഞു പോയത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓളെ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. പക്ഷേ അവൾ അറിയാൻ ഞാൻ അച്യുതാനന്ദൻ്റെ കൂട്ടായല്ലോ ദൈവമേന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കാടിരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ടി വി ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഡാഡിയും മമ്മിയും പോയ വഴിക്ക് പുല്ല് മുളച്ചില്ലാണല്ലോ, ഓരെ പിന്നെ കാണാനില്ല കേട്ടോ. പിന്നെ തുമ്പിമോക്ക് ഏതെങ്കിലും പാട്ട് കേട്ട് കഴിഞ്ഞാൽ റീൽസൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്റ്റെപ്പ് പഠിക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അത് കണ്ടപ്പം അശ്വിനി ഒക്കെ സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്തൊക്കെയോ കളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ വീഡിയോ എടുക്കുന്നത് ലെവൽ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അവൾ പറയും എൻ്റെ സാധനെ എന്തൊക്കെയായി എടുത്ത് വെച്ചത് എന്നൊക്കെ ആയിരിക്കും പറയാം. അങ്ങനെ 3 പേരും എന്തൊക്കെയോ നോക്കിയിരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പം അല്ലുവും തുമ്പിയും കൂടെ നൈസായിട്ട് സ്റ്റെപ്പ് പഠിക്കുന്ന പോലെ ഫോൺ എടുത്ത് വെച്ച് പിന്നെ ഒരു റീൽസ് കാണാൻ തുടങ്ങിയെന്ന് അശ്വിനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ വേഗം ഫോൺ വാങ്ങിച്ചു വെച്ചിട്ടോ. ഫോൺ അങ്ങനെ ഇപ്പോൾ അധികം കൊടുക്കാറൊന്നുമില്ല. കണ്ടോ, രണ്ടും പോയി. ഡാൻസിൻ്റെ സ്റ്റെപ്പ് പഠിക്കുകയെന്നാണ് അശ്വിനി വിചാരിച്ചത്. കുറച്ച് കഴിഞ്ഞ് റീൽസ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഒരു കാണാൻ തുടങ്ങിയപ്പോഴാണ് ഒക്കെ മനസ്സിലായത്, ഓഹോ നിങ്ങൾ എന്നെ പറ്റിച്ച് റീൽസ് കാണുകയാണല്ലേ. അശ്വിനിനെ കൂട്ടാൻ വെല്ലിച്ചൻ വന്ന് അങ്ങനെ അവൾ പോയിട്ടോ. അച്ഛനും അമ്മയും വരാൻ വേണ്ടിയിട്ട് കാത്തിക്കാണ് ഞങ്ങൾ, എന്നാലല്ലേ അവർക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെല്ലിച്ചൻ വരുമ്പോൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പൂതിക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന് 1-2 ചുള എടുക്കട്ടെ. ഏട്ടൻ അറിയാത്ത പണിയാണ്, പക്ഷേ ഏട്ടൻ എനിക്ക് വേണ്ടി ചെയ്യും ലേട്ടാ. നീ എന്തൊക്കെ ചെയ്യാനിരിക്കുന്നത്? 9 മാസം കയ്യിൽ കിട്ടാത്തതൊക്കെ നമ്മൾ 1 മാസം കൊണ്ട് മുതലെടുക്കണം. മനസ്സിലായോ? ചേട്ടന് മനസ്സിലാവുന്നുണ്ടോ? നിന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്നല്ലേ. അങ്ങനെ കറക്റ്റ് സമയത്താണ് നമ്മളെ റീനമ്മേൻ്റെ വിളി കിട്ടുക. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് വൈശാഖേട്ടന് കൈ കിട്ടിയത്. അപ്പോൾ പാവണ്ടടി, അത് ലീവിന് വന്നിട്ട് അതിനെക്കൊണ്ട് ചെയ്യിക്കുന്നത്, അതിനെന്തെങ്കിലും ഇരിഞ്ഞു കൊടുക്കുന്നു. ഞാൻ ഈ വയറും വെച്ച് എങ്ങനെ ആടി ഇരിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുന്നു. എന്നിട്ട് അമ്മ പറയണ പറച്ചിലുണ്ടല്ലേ. പക്ഷേ ഞാനധികം കഴിച്ചില്ല കേട്ടോ. ഷുഗറല്ലേ, എനിക്കറിയാം, കൺട്രോൾ ചെയ്തല്ലേ പറ്റൂ. അതുകൊണ്ട് ഞാൻ 1-2 ചുളയെ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഏട്ടനത് തൊലിക്കാൻ അറിയാത്തതുകൊണ്ട്, തൊലിക്കാന്നല്ല പറയാം, എന്തോ ആക്കാൻ അറിയാത്തത് കൊണ്ട് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ട് അങ്ങനെ കഴിച്ചു ഗൈസ്. പിന്നെ അച്ഛനും അമ്മയൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് വന്നു കേട്ടോ. അല്ലുട്ടൻ ഓൾറെഡി കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ. അപ്പോൾ ഇനി ഓനങ്ങോട്ട് എടുത്തുകൊണ്ട് വരണം. തുമ്പം അതാ വേഗം വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് അങ്ങ് പോയി കിടക്കുകയാണ് കേട്ടോ ചെയ്തത്. ഞാനും നോക്കുക അമ്പടി, സാധാരണ അവൾ എൻ്റെ അടുത്താണേ കിടക്കാറ്, ആരുടെയും കൂടെ കിടക്കില്ല. കിടന്നാലും കുറച്ച് കഴിയുമ്പം അമ്മേൻ്റെ കൂടെ കിടക്കണം എന്നുണ്ട് വേഗം എൻ്റെ കൂടെ വരും കേട്ടോ. പക്ഷെ മാറി കിടക്കണം നല്ലതാണ്. ബിക്കോസ് ഞാനിപ്പോൾ ഡെലിവറിക്കൊക്കെ പോണ സമയത്ത് എന്താക്കും എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അവൾ നിൽക്കും, ഞാനില്ലാന്നുണ്ടെങ്കിൽ നിൽക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും ഒക്കെ രാത്രിയാകുമ്പോൾ എൻ്റെ അടുത്ത് കിടക്കണം എന്നുള്ളൊരു ഇത് വല്ലാത്തതാണ് കേട്ടോ. അങ്ങനെ അല്ലൂട്ടനെ എടുത്തുകൊണ്ട് ഇവിടെ കിടത്തിയിട്ടുണ്ട്. അല്ലൂട്ടനെ ഉറങ്ങായതുകൊണ്ട് മാത്രമാണ് ആ നടുക്ക് ആ ചീളിനെ വെക്കാൻ സമ്മതിച്ചു കേട്ടോ. തുമ്പീനെ ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ അലമ്പാക്കും, അവൻ്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ കിടന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ തുമ്പി കുറച്ച് കഴിഞ്ഞപ്പം മെല്ലെ എണീറ്റ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇനിയിപ്പോൾ എന്താവും ഡെലിവറിന് സമയത്തൊന്നും അറിയില്ല. ഞാൻ അവളോട് ചോദിച്ചു, അമ്മ പെശവിക്കാൻ പോകുമ്പോൾ നീ എന്താക്കുമെന്ന് വെച്ചപ്പോൾ ഞാനും വരും പെശവിക്കാൻ അമ്മേൻ്റെ കൂടെ, അമ്മ ബേബീനെ വെച്ചെടുക്കുമ്പോൾ അമ്മേൻ്റെ ബേബീൻ്റെ അടുത്ത് ഞാൻ കിടക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് പോയി. ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ 3 പേരും കണ്ടോ സെറ്റായിട്ട് അങ്ങനെ കിടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ പോയി മേലൊക്കെ കഴുകി. കാരണം എനിക്ക് ഈ ചൂട് സഹിക്കാൻ തീരെ പറ്റില്ല. അപ്പോൾ നോർമലി ഉള്ളവർക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇപ്പം കറണ്ട് പ്രത്യേക ഒരു കളിയാണല്ലോ, 10 മിനിറ്റ് ഓഫ്, പിന്നെ ഒന്ന് കറണ്ട് വരും, പിന്നെ ഒരു 10 മിനിറ്റ്, ഇങ്ങനെ കളിപ്പിക്കുകയാണല്ലോ. അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിലാണ് രാത്രിയൊക്കെ കിടന്ന് ഉറങ്ങാറ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും പോയി കിടന്ന് ഉറങ്ങട്ടെ. പിന്നെ ഒരുപാട് ഹാപ്പി ആയി ഏട്ടൻ വന്നപ്പം. നിങ്ങൾക്ക് തന്നെ എന്നെ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും എനിക്ക് എന്തോ എൻ്റെ വയ്യായികളൊക്കെ ഇടയ്ക്കോ ഒന്ന് കുറഞ്ഞ പോലെയൊക്കെ എനിക്കൊരു ഫീലായിരുന്നു. അപ്പോൾ എന്തായാലും ഹാപ്പി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.